സർവകലാശാല പോരിൽ സർക്കാർ സമവായ ശ്രമത്തിനും വഴങ്ങാതെ VC മോഹനൻ കുന്നുമ്മൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് VCയോട് മന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ രജിസ്ട്രാർ ഓഫീസിൽ പ്രവേശിക്കുന്നത് ഗവർണറോടുള്ള അനാദരവെന്ന് VC നിലപാടെടുത്തു. സസ്പെൻഷൻ ഉത്തരവ് അംഗീകരിക്കും വരെ യാതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയും അംഗീകരിക്കില്ലെന്നും മോഹനൻ കുന്നുമ്മൽ മന്ത്രിയെ അറിയിച്ചു. ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഹാൻസ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് അല്പം മുൻപാണ് പ്രതികരണം നടത്തിയത്. ഈ സർവകലാശാലയിലെ ഈ വിഷയം നീണ്ടുപോകാൻ പാടില്ല, ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണമെന്ന്. പക്ഷേ VC മോഹനൻ കുന്നുമ്മേൽ ഒരു തരത്തിലുള്ള വഴങ്ങലിനും തയ്യാറല്ല എന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നു, അല്ലേ? തീർച്ചയായും ചെയ്തു. കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അയവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അത് വ്യക്തമാക്കിയത്. കാരണം ഈ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് താൻ നേരിട്ട് വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മലിനെ ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തോട് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം വരികയും പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകളടക്കം 1800ഓളം സർട്ടിഫിക്കറ്റുകളടക്കം ഒപ്പിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹവുമായി ഒരു ഓൺലൈൻ യോഗം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്. അതിനിടയിലാണ് വൈസ് ചാൻസലറോട് നേരിട്ട് മന്ത്രി വസതിയിലെത്തി ഒന്ന് കാണാൻ മന്ത്രി ആവശ്യപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി വസതിയിലെത്തിയ വൈസ് ചാൻസലറാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ള കാര്യം മന്ത്രിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. സർവകലാശാലയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ റദ്ദാക്കിയ നടപടി, അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി താൻ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മേല്. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ആസ്ഥാനത്തെത്തുന്നത് ഗവർണറോടുള്ള അനാദരവാണെന്നും VC പറഞ്ഞു. കൂടാതെ ഈ സസ്പെൻഷൻ ഉത്തരവ്, തന്റെ സസ്പെൻഷൻ ഉത്തരവ് അംഗീകരിക്കാതെ യാതൊരു വിധത്തിലുള്ള സമവായത്തിനില്ല എന്നും കൂടി വൈസ് ചാൻസലർ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഗത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. സേതു. ശരി ഹാൻസോണാണ് വിവരങ്ങൾ നൽകിയത്. കേരള യൂണിവേഴ്സിറ്റിയിലെ നിലവിലെ തർക്കങ്ങളിൽ ഒരു പരിഹാരം വേണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെടുമ്പോഴും സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോഴും നിലപാടിൽ മാറ്റമില്ലാതെ നിൽക്കുകയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. 20 ദിവസത്തിനു ശേഷം ഇന്നാണ് വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴുമൊക്കെയും ഈ പ്രതിഷേധക്കാർക്കെതിരെ, പ്രത്യേകിച്ച് SFIക്ക് എതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പോഴും ഈ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കും വരെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു സമീപനം തന്നെയാണ് മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.